ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ ഇന്ത്യ കിരീടം നിലനിർത്തിയ വിവരം നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കും. മിക്കവാറും പത്രങ്ങളുടെ സ്പോർട്സ് പേജിൽ വാർത്തയുണ്ടായിരുന്നു. ടി വി ചാനലുകളിലൊക്കെ തീരെ അപ്രധാനമല്ലാത്തൊരു വാർത്തയായിട്ടും ഇത് വന്നിരുന്നു. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ഇന്ത്യ തന്നെയാണ് ഈ ടൂർണമെൻറ്റ് ജയിച്ചത്. സമീപകാലത്തായിട്ട് ഇന്ത്യൻ ഹോക്കി അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലും അതിന് മുമ്പത്തെ ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യക്കാണ് ഗോൾഡ് മെഡൽ കിട്ടിയത്. കഴിഞ്ഞ ഒളിമ്പിക്സിലും ഇക്കഴിഞ്ഞ ഒളിമ്പിക്സിലും അതിന് മുമ്പത്തെ ഒളിമ്പിക്സിലും ഇന്ത്യ വെങ്കല മെഡൽ നേടുകയുണ്ടായി. ഇന്ത്യൻ ഹോക്കിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് ആരുടെങ്കിലും ഒരാളോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിനോടാണ്. അദ്ദേഹമാണ് പ്രത്യേക താല്പര്യം കൊടുത്ത് ഈ ഒഡീഷയിൽ കളിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയത്. ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകളെ സ്പോൺസർ ചെയ്യുകയും ചെയ്തു. ഒഡീഷയിൽ നിരവധി സ്റ്റേഡിയങ്ങൾ ഹോക്കിക്ക് വേണ്ടി പണിതുയർത്തി. വലിയ പ്രോത്സാഹനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ ഈ കിരീടം നേടിയ ടീമിൻ്റെയും പ്രായോജകർ എന്ന് പറയുന്നത് ഒഡീഷ ഗവൺമെൻറ്റാണ്. അവരുടെ ജേഴ്സി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഒഡീഷ ഗവൺമെൻറ്റിൻ്റെ ആണ് അവരെ സ്പോൺസർ ചെയ്തുള്ള സ്പോൺസറായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ രാജ്യത്ത് ഇത്രയധികം വ്യവസായികളുണ്ട്. അദാനിയുണ്ട്, അംബാനിയുണ്ട്, മുത്തൂറ്റ് ബാങ്കുണ്ട്, ഫെഡറൽ ബാങ്കുണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട് ഇല്ലേ? ഇവർക്ക് ആർക്കും ഈ ദരിദ്രരുടെ കളിയായ ഹോക്കിയെ സ്പോൺസർ ചെയ്യാൻ തോന്നിയില്ല. കാരണം ഇതിൽ പണമില്ല. ക്രിക്കറ്റായിരുന്നെങ്കിൽ 100,000 ആളുകൾ ഓടി വന്നേനെ, ഫുട്ബോളാണെങ്കിൽ പോലും ഏറ്റെടുത്തത്. ഹോക്കി ആയതുകൊണ്ട് ദരിദ്ര സംസ്ഥാനമായ ഒഡീഷ വേണ്ടി വന്നു ഇവരെ സ്പോൺസർ ചെയ്യാൻ. എനിക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഈ ഒഡീഷയിൽ ഭരണമാറ്റം ഉണ്ടായതിനെ തുടർന്ന് നവീൻ പട്നായിക്കിൻ്റെ എല്ലാ നടപടികളെയും തുടച്ചു നീക്കുന്ന കൂട്ടത്തിൽ പുതിയതായി വന്ന BJP ഗവൺമെൻറ് ഹോക്കിക്ക് കൊടുത്തിരുന്ന പിന്തുണ പിൻവലിക്കുകയും സ്പോൺസർഷിപ്പ് നൽകാതെ ടീമിനെ പെരുവഴി ആധാരമാക്കി കളയുകയും ചെയ്യുമോ എന്ന്. ഏതായാലും ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. ഇനി നാളെ ഉണ്ടാകുകയില്ല എന്ന് പറയാനും ഞാൻ ആളല്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ളൂ. ജയലളിത പണിയിച്ച കെട്ടിടത്തിൽ കരുണാനിധി കയറുകയില്ല. ജഗൻമോഹൻ റെഡ്ഡി പണിയിച്ച തലസ്ഥാനത്ത് ചന്ദ്രബാബു നായിഡു ഇരിക്കുകയില്ല. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുക, പ്രത്യേകിച്ച് ഈ പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ഒഡീഷയിൽ ഏതായാലും ഇതുവരെ അത് ഉണ്ടായിട്ടില്ല എന്നുകൊണ്ട് നമ്മൾ വിചാരിക്കാം. ഹോക്കി ടീമിനുള്ള പിന്തുണ ഇപ്പോഴും സർക്കാർ അനുസ്യൂതം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തുവാട്ടെ, ഞാൻ പറയാൻ വന്നതിനെക്കുറിച്ചല്ല. ഇന്ത്യൻ ഹോക്കി ടീം ജയിച്ചാൽ അവർ കിരീടം നിലനിർത്തിയുള്ള സന്തോഷം രേഖപ്പെടുത്താനല്ല സത്യത്തിൽ ഈ വീഡിയോ ചെയ്തത്. ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കളിയിലും ഇന്ത്യ ജയിച്ചു എന്നുള്ളതാണ്. ലീഗ് റൗണ്ടിൽ ഇന്ത്യ ജയിച്ചു, സെമി ഫൈനലിലും ഫൈനലിലും ജയിച്ചു. അങ്ങനെയാണ് കിരീടം നിലനിർത്തിയത്. ആദ്യം മുതൽക്ക് എല്ലാ കളികളിലും ഒന്നുപോലും സമനിലയിലോ തോൽവിയിലോ അവസാനിച്ചില്ല. എല്ലാം വിജയത്തിൽ തന്നെ, ഫ്രം വിക്ടറി ടു വിക്ടറി എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. മലേഷ്യയെ തോൽപ്പിച്ചു, പാകിസ്ഥാനെ തോൽപ്പിച്ചു, തെക്കൻ കൊറിയയെ തോൽപ്പിച്ചു, ഒടുവിൽ ഫൈനലിൽ ചൈനയെ തോൽപ്പിച്ചു. ഇതായിരുന്നു അതിൻ്റെ ഒരു രീതി. അങ്ങനെ നമ്മൾ കിരീടം നിലനിർത്തി. നമ്മുടെ തൊട്ട അയൽരാജ്യമായ പാകിസ്ഥാൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. പാകിസ്ഥാൻ്റെ കായിക രംഗം പതനത്തിൻ്റെ പടുകുഴിയിലാണ്. അവിടുത്തെ സമ്പദ് വ്യവസ്ഥ ആകെ കുഴപ്പത്തിലാണ്. ജനാധിപത്യത്തിൻ്റെ കാര്യം പറയാൻ വേണ്ട. പാകിസ്ഥാൻ ടീം വളരെ കാലമായിട്ട് ഫോമിലില്ല. അവർ ഇന്ത്യയോട് തോറ്റു ലീഗ് റൗണ്ടിൽ. അടുത്ത കളിയിൽ സെമി ഫൈനലിൽ ചൈനയോട് തോറ്റു. ചൈന ഹോക്കി കളിയിൽ അത്ര വലിയ കേമന്മാരൊന്നുമല്ല. അടുത്ത കാലത്താണ് ആ ടീം ഉയർന്നു വന്നത്. അവരല്പം കൂടി ഉയർന്നു വന്നാൽ ഇന്ത്യയുടെ കുത്തൊക്കെ തകരുകയും ചെയ്യും, അത് വേറെ കാര്യം. ഏതായാലും സെമി ഫൈനലിൽ ചൈനയോട് തോറ്റ് പാകിസ്ഥാൻ പുറത്തായി. ലൂസേഴ്സ് ഫൈനലിൽ പാകിസ്ഥാൻ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് 3ാം സ്ഥാനം നിലനിർത്തി. 3ാം സ്ഥാനം നേടി. ചൈന 2ാം സ്ഥാനത്തെത്തി, ഇന്ത്യ 1ാം സ്ഥാനത്തെത്തി. ഇതിൽ കൗതുകകരമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഫൈനൽ കാണാൻ പാകിസ്ഥാൻ താരങ്ങൾ വന്നിരുന്നു. അതിൽ തെറ്റൊന്നുമില്ല. പാകിസ്ഥാൻ താരങ്ങൾ കാണുന്നത് നല്ലതാണ്. ഇന്ത്യക്കാരെങ്ങനെ കളിക്കുന്നു, ചൈനക്കാരെങ്ങനെ അതിനെ തടയുന്നു, ഇതിൽ നിന്ന് പലതും പഠിക്കാനുണ്ടോ? ഇന്ത്യയുടെ കളി കണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് നാളെ കളിക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി ഫൈനൽ കാണാൻ വന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇവർ വന്നപ്പോൾ വെറും കൈയായിട്ടല്ല വന്നത്. അവർ ചൈനയുടെ ദേശീയ പതാകയും ഏന്തിയാണ് വന്നത്. ചൈനയുടെ കൊടി വീശി അവർ ചൈനീസ് ടീമിനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിലും തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല. കളി നടക്കുമ്പോൾ ഏത് ടീമിനെ പ്രോത്സാഹിപ്പിക്കണം,
എന്ന് തീരുമാനിക്കേണ്ടത് കളി കാണുന്ന ആൾക്കാരാണ്. ഇനി ഇന്ത്യയിൽ തന്നെയുള്ള ചില ടീമുകൾ, ചില പ്രത്യേക പാർട്ടിക്കാർ ചൈനീസ് ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. ചങ്കിലെ ചൈനയുടെ ആളുകൾ. അതിലും തെറ്റൊന്നുമില്ല, കാരണം ജനാധിപത്യ രാജ്യമാണ്. മാത്രമല്ല ഈ കളി നടക്കുന്നത് ചൈനയിൽ വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതുമാണ്. ചൈനക്കാരെല്ലാവരും ചൈനയെ പ്രോത്സാഹിപ്പിക്കും. പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് ആണ് പാകിസ്ഥാനിലെ പല തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും പട്ടണങ്ങളൊക്കെ പണയം വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളതായ ചൈനയെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ചൈനയെ പിന്തുണക്കേണ്ടത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ പേരിൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ താരങ്ങൾ ചൈനയെ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ എന്നിട്ടും ചൈന തോറ്റുപോയി. ഒരു ഗോളിനാണ് തോറ്റത്. ഒരു ഗോളിന് തോറ്റ് ഇവർ 3-ാം സ്ഥാനമായിട്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ പാകിസ്ഥാൻ ഹോക്കി ഫെഡറേഷൻ ഈ വോട്ട് മെഡലുമായി വന്ന ധീര സേനാനികൾക്ക് അതൊരു വലിയ നേട്ടം തന്നെയാണ്. വോട്ട് മെഡലുമായി വരുന്ന താരങ്ങൾക്ക് ഓരോരുത്തർക്ക് ആളാം പ്രതി $100 വീതം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡോളർ എന്ന് വെച്ചാൽ അമേരിക്കൻ ഡോളറാണ്. പാകിസ്ഥാൻ രൂപയ്ക്ക് വില വളരെ കുറവായതുകൊണ്ട് ഈ പ്രഖ്യാപിച്ചത് $100 ആണെങ്കിലും $1 ആണെങ്കിലും ഡോളറായിട്ട് പ്രഖ്യാപിച്ചത് നല്ലതാണ്. ഇത് പാകിസ്ഥാനിൽ കൊടുത്ത് മാറ്റി മേടിച്ചാൽ 28,000 പാകിസ്ഥാൻ രൂപ കിട്ടും. അതായത് $1 വില എന്ന് പറയുന്നത് 280 പാകിസ്ഥാൻ രൂപയാണ്. ആ പാകിസ്ഥാൻ രൂപയുടെ വില ഇങ്ങനെ കുറഞ്ഞ് അല്ലെങ്കിൽ കൂടി 280 നിൽക്കുകയാണ്. 28,000 പാകിസ്ഥാൻ രൂപ കിട്ടും. ഇതാണ് അവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പാരിതോഷികം. എന്തിനാണ് ഇവർക്ക് ഈ പാരിതോഷികം പ്രഖ്യാപിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? സത്യത്തിൽ വോട്ട് മെഡൽ കിട്ടിയോണ്ടല്ല. വോട്ട് മെഡലൊക്കെ നിസ്സാരമാണ്. ഈ $100 എന്ന് പറയുന്നതും നിസ്സാരമാണ്. അതുകൊണ്ട് എന്ത് കിട്ടാൻ? 28,000 പാകിസ്ഥാൻ രൂപ. അവിടെ 1 കിലോ ഏത്തപ്പഴത്തിന് 500 രൂപ കൊടുക്കണം, പാകിസ്ഥാൻ രൂപ. അതാണ് നില. അങ്ങനെയുള്ള രാജ്യത്താണ് ഈ 28,000 വമ്പിച്ച തുകയാണ്. 28,000 പാകിസ്ഥാൻ രൂപ കിട്ടുക, അല്ലെങ്കിൽ $100 കിട്ടുക. ഇതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ആ വീടിൻ്റെ അടുത്തുള്ള പുരയിടം തീറാധാരം ചെയ്ത് മേടിക്കാനൊന്നും പറ്റിയില്ല. അതൊന്നും ഹോക്കി ഫെഡറേഷൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പൈസ കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ഈ കളി നടക്കുന്ന അത്രയും സമയം 4 ക്വാർട്ടറിലും പാകിസ്ഥാൻ താരങ്ങൾ ചൈനയുടെ കൊടി പിടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചില്ലേ, അതിനൊരു എളിയ പാരിതോഷികമായിട്ട് കൊടുത്തതാണ്. കളി തോറ്റുപോയിട്ടാണ്. ചൈനയെക്കാൻ ജയിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻകാർക്ക് $200 $250 കൊടുക്കുമായിരുന്നു. ഇവരുടെ പ്രോത്സാഹനം ഉണ്ടായിട്ടും ചൈന തോറ്റുപോയി. അതുകൊണ്ടാണ് ഈ പാരിതോഷികം വെറും $100 ഒതുങ്ങി നിന്നത്. ഇനി മേലിലും ചൈനയുടെ ഏത് കളി വരുമ്പോഴും, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വേറെ ഏത് രാജ്യം കളിക്കുമ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ പാകിസ്ഥാൻകാർ ബാധ്യസ്ഥരാണ്. അതിനെ നൽകുന്ന ഒരു എളിയ പാരിതോഷികമാണ് ഇത്. നേരെ മറിച്ച് ഈ ഫൈനൽ നടക്കുന്ന സമയത്ത് നമ്മുടെ അയൽ രാജ്യമല്ലേ, നമ്മുടെ സുഹൃത്ത് രാജ്യമല്ലേ, നമ്മുടെ സഹോദര രാജ്യമല്ലേ, ഒന്നല്ലി നാമിക സഹോദരല്ലി പൂവേ ഒന്നല്ലി കയ്യുക ചമച്ചത് നമ്മയെല്ലാം എന്ന് വിചാരിച്ച് ഇന്ത്യയുടെ പതാക എങ്ങനെ പിടിച്ചാണ് ഇവർ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ എന്താ അതിൻ്റെ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തിരിച്ച് ചെല്ലുമ്പോൾ പാകിസ്ഥാനിൽ ഇവർക്ക് എന്ത് സ്വീകരണമായിരിക്കും കിട്ടുക എന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും കളി തോറ്റെങ്കിലും വോട്ട് മെഡലേ കിട്ടിയുള്ളൂവെങ്കിലും $100 നേടിയ ഈ പാകിസ്ഥാൻ്റെ എല്ലാ കളിക്കാരെയും ഹാർദവുമായിട്ട് അഭിനന്ദിക്കുന്നു. അതിനേക്കാളുപരി ഇത്ര വലിയൊരു പാരിതോഷികം കൊടുത്ത് ഇവരെ ആദരിച്ച ഹോക്കി ഫെഡറേഷനെ, അതിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുകളെ പ്രത്യേകമായിട്ടും അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോകും. മനുഷ്യ ജീവിതം ബോറായി പോകാതിരിക്കുന്നത് ഇതുപോലെയുള്ള ടീമുകളും ഇതുപോലെയുള്ള ഫെഡറേഷൻകാരും ഉള്ളതുകൊണ്ട് മാത്രമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.